ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് NPD ബാധിച്ച വ്യക്തികളുടെ സ്വഭാവ രീതികളാണ്. അവർ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അവരുമായി അടുക്കുന്ന ജീവിക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വയം കേന്ദ്രീകൃത ചിന്താഗതിയുള്ള വ്യക്തികളായിരിക്കും നാർസിസ്റ്റുകൾ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാനാണ് ഏറ്റവും വലിയ ആള്, ഞാൻ മാത്രമാണ് മഹാനായ വ്യക്തി, ഞാനായിരിക്കണം സമ്പന്നൻ, ഞാൻ പറഞ്ഞത് മാത്രമേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള മനോഭാവമുള്ളവരാണ്. താൻ പെർഫെക്റ്റ് ആണെന്ന് അഭിനയിക്കുന്ന വ്യക്തികളാണ് നാർസിസിസ്റ്റുകൾ. ഒരു നാർസിസിസ്റ്റിന് ആരുമായും ഒരു തരത്തിലുള്ള സ്നേഹമോ മാനുഷിക പരിഗണനയോ ഉണ്ടാവില്ല. ഭർത്താവാണ് നാർസിസിസ്റ്റ് എങ്കിൽ ഭാര്യ വെറുമൊരു എനേബ്ലർ ആയിരിക്കും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഭാര്യ ഒരു നാർസിസിസ്റ്റ് ആണെങ്കിൽ ഭർത്താവിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്, എനേബ്ലർ. സ്വർണം, സമ്പത്ത്, പണം, വാഹനം എന്ന് വേണ്ട വിലയുള്ള എന്തും ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ആരുടേതായാലും കുഴപ്പമില്ല. ഇവർ ചൂഷണം ചെയ്ത് തുടങ്ങുന്നത് മാനസികമായി ഇവരെ ആശ്രയിക്കുന്ന പങ്കാളിയെയോ മക്കളെയോ തന്നെയായിരിക്കും. സമ്പത്തുള്ളവർ അല്ലെങ്കിൽ അറിവുള്ളവർ പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാത്തവർ, സമ്പത്തുണ്ടാക്കാൻ കഴിവുള്ളവർ പക്ഷേ കണക്ക് ചോദിക്കാത്തവർ എന്ന് വേണ്ട ഇവരെ കണ്ണും അടച്ച് വിശ്വസിക്കുന്നവരായിരിക്കും അവർ ആദ്യമായി ചൂഷണം ചെയ്യുന്നത്. ഇവരുമായി അടുത്ത ബന്ധമില്ലാത്ത വ്യക്തികളുടെ മുന്നിൽ ഇവർ ഒരു നിഷ്കളങ്കരായ ആയിട്ടാണ് അഭിനയിക്കുക. ഭാര്യയ്ക്കൊരു സംഭാവന കൊടുക്കും, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കും, എന്നിട്ട് അവരിലൂടെ മറ്റുള്ളവരുടെ പ്രീതിയും പ്രശംസയും നേടാൻ ശ്രമിക്കും. നാർസിസിസ്റ്റിന്റെ പങ്കാളി എന്നാൽ വെറും ഒരു എനേബ്ലർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നല്ല വിദ്യാഭ്യാസം വേണം, സൗന്ദര്യം വേണം, ആരോഗ്യം വേണം, സമ്പത്ത് വേണം, വീട് വേണം, കാറ് വേണം. പക്ഷെ ഇതെല്ലാം തന്നെ നാർസിസിസ്റ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്ന് മാത്രമാണ് പ്രത്യേകത. ഇരയ്ക്ക് അറിവ് കൊടുക്കുന്ന എല്ലാ ഉറവിടങ്ങളും ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇരയെ ആരുമായും ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്തവണ്ണം ഒറ്റപ്പെടുത്തുക. എന്നാൽ മാത്രമേ ഇരയുടെ ഫുൾ കൺട്രോൾ നാർസിസിസ്റ്റിന്റെ കയ്യിൽ വരികയുള്ളൂ. ജന്മന നാർസിസിസ്റ്റിക് ചുറ്റുപാടുള്ള കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്ന ചില വ്യക്തികൾക്ക് അങ്ങനെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം വേറൊന്നുമല്ല, ഒരു എനേബിളർ ആയാൽ തീരുന്ന പ്രശ്നമേ അവർക്കുള്ളൂ. കുറെ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പത്തര മാറ്റുള്ള നാർസിസിസ്റ്റായി മാറുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷെ ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ശാന്തിയും സന്തോഷവും ഉള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സാധാരണ വ്യക്തികൾ ഇവരുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കേണ്ടി വരുമ്പോഴാണ് ഇവർ എത്രത്തോളം ഭീകരരാണെന്ന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എങ്ങനെ ആലോചിച്ചിട്ടും അവർക്ക് പിടികിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു റോളർ കോസ്റ്റർ റൈഡിൽ അകപ്പെട്ടതുപോലെ ആയിരിക്കും ഇവരുടെ ജീവിതം. വർഷങ്ങൾ കഴിയുമ്പോഴാണ് ചിന്തിക്കാൻ പോലും പറ്റുന്നത്. അപ്പോഴേക്കും വെടികൊണ്ട പന്നിയെ പോലെ എന്ന് നമ്മൾ പറയും പോലെ എന്താണ് തനിക്ക് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയാത്ത അവസ്ഥയിലായിരിക്കും ഇരകൾ. നാർസിസിസ്റ്റ് കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ദ്രോഹിക്കുകയും സമ്പത്ത് ഊറ്റിയെടുക്കുകയും ആത്മവിശ്വാസവും ഊർജവും ആരോഗ്യവും ഇല്ലാതാക്കുകയും ഒരു കഴിവും ഉപയോഗിക്കാൻ പറ്റാത്തവണ്ണം അടിമയാക്കുകയും ആയിരിക്കും പിന്നെ ചെയ്യുക. നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ സമ്പത്തോ ആത്മവിശ്വാസമോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ സ്റ്റാറ്റസോ ഉണ്ടെങ്കിലും ആ വ്യക്തി നാർസിസിസ്റ്റിന്റെ അടിമയാൽ മാത്രമേ ജീവിക്കാൻ അനുവദിക്കുകയുള്ളൂ. അത് നാർസിസിസ്റ്റിന്റെ കൂടെ ആയാലും ശരി, കിലോമീറ്ററുകൾ അകലെ ആയാലും നാർസിസിസ്റ്റ് നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഭർത്താവും അവരുടെ എനേബ്ലറായ മകൻ വഴിയായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും അവരുടെ എനേബ്ലറായ മകൾ വഴിയോ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ വഴിയോ ആയിരിക്കും അവരെ നിയന്ത്രിക്കുക. ഇത്തരക്കാരുടെ പീഡനം 40-50 വർഷം കഴിഞ്ഞിട്ടും മനസ്സിലാവാത്ത വ്യക്തികൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, ട്രോമ ബോണ്ടിങ് തന്നെയാണ്. ആരാണോ ചൂഷണം ചെയ്തത് അല്ലെങ്കിൽ ആരാണോ പീഡിപ്പിച്ചത് അവരെ തന്നെ ആശ്രയിക്കുന്ന രീതി, അല്ലെങ്കിൽ വൈകാരികമായി അകലാൻ പറ്റാതിരിക്കുക. ഭർത്താവല്ലേ, എന്താ ചെയ്യാൻ പറ്റുക, ഭാര്യയല്ലേ, അമ്മയല്ലേ, അച്ഛനല്ലേ, സഹോദരനല്ലേ, സഹോദരിയല്ലേ, അവരെ എങ്ങനെ നമ്മൾ അവഗണിക്കും, അവരെ എങ്ങനെ ചോദ്യം ചെയ്യും, അവരുമായി എങ്ങനെ പിണങ്ങും, എങ്ങനെ മിണ്ടാതിരിക്കും എന്ന നിങ്ങളുടെ പരിഗണനയാണ് അങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. അത് തന്നെയാണ് നാർസിസിസ്റ്റ് മുതലെടുക്കുന്നതും.
നിങ്ങളുടെ സഹാനുഭൂതിയാണ് അവരുടെ ഊർജം. ആരാണ് കൂടുതൽ ദയയും കരുണയും ഉള്ളത്, ആർക്കാണോ ഉള്ളത്, അവരെ ആയിരിക്കും നാർസിസിസ്റ്റ് കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. നാർസിസിസ്റ്റിന്റെ ചൂഷണങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്നതല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുന്ന ചൂഷണങ്ങൾ എല്ലാ മേഖലയിലും അവരെ പിടിമുറുക്കും. പിടിമുറുക്കിയതിനു ശേഷമാണ് ജീവിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോഴാണ് ഇര അത് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും പല വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. എത്ര നഷ്ടം സഹിച്ചും ഒരു നാർസിസിസ്റ്റിന്റെ കയ്യിൽ നിന്ന് മോചനം ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. നാർസിസിസ്റ്റുകൾ വാഴുന്ന കുടുംബത്തിൽ ചെന്ന് കയറുന്ന സ്ത്രീകൾക്കും ഒരു നാർസിസിസ്റ്റിനെ വിവാഹം കഴിക്കുന്ന പുരുഷനും സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. പക്ഷേ മറ്റു ചില കാരണങ്ങളും കൂടി ഉണ്ടാവും എന്ന് മാത്രം. കയ്യിൽ പണമോ സമ്പത്തോ ഉണ്ടാവില്ല. മിക്കവാറും നാർസിസിസ്റ്റ് അതെല്ലാം കൈക്കലാക്കിയിരിക്കും. കുട്ടികളുടെ കാര്യം അത് നോക്കണം. സമൂഹവും കുടുംബവും എന്തു പറയും അതും നോക്കണം. ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, സ്വന്തം ആരോഗ്യം, ഇതെല്ലാം പല ചോദ്യചിഹ്നങ്ങളായി മുന്നിൽ നിൽക്കുകയും ചെയ്യും. ഇരയുടെ ഈ ഭയം തന്നെയാണ് നാർസിസിസ്റ്റിന് വേണ്ടതും. ഈ ഭയം കാരണം തന്നെയാണ് പലപ്പോഴും നാർസിസിസ്റ്റിന്റെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉള്ളതെല്ലാം കൊടുത്താലും തൃപ്തരാവുന്നവരല്ല നാർസിസിസ്റ്റുകൾ. നാർസിസിസ്റ്റിന്റെ മുന്നിൽ കൈകൂപ്പി ജീവിക്കാൻ കേഴ്ന്നപേക്ഷിക്കുന്ന നിസ്സഹായരായി പിടയുന്ന ഇരകളെ കാണുന്നതാണ് നാർസിസിസ്റ്റിന് ഇഷ്ടം. അതിൽ ആനന്ദം കൊള്ളുന്നവരാണ് നാർസിസിസ്റ്റുകൾ. എല്ലാം നശിപ്പിച്ച് സകലതും തകർത്ത് തരിപ്പണമാക്കിയാലേ ചില നാർസിസിസ്റ്റുകൾക്ക് സമാധാനം വരികയുള്ളൂ. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അതിശയോക്തിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ക്രൂരമായ മനസ്സുള്ളവരാണ് നാർസിസിസ്റ്റുകൾ. നിങ്ങളുടെ ജീവിതത്തിലെ നാർസിസിസ്റ്റിനെ തിരിച്ചറിയാൻ ഈ വീഡിയോ സഹായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ധൈര്യം സംഭരിക്കുക. ടോക്സിക് വ്യക്തികൾക്കായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. ഒരിക്കലും സ്വന്തം ജീവിതം ഇത്തരക്കാരുടെ മുന്നിൽ അടിയറ വയ്ക്കാതിരിക്കുക. സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പഠിക്കുക. ചോദ്യം ചെയ്യാൻ കുട്ടികളെയും പഠിപ്പിക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോത്സാഹിപ്പിക്കുക. ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് നമ്മുടെ വരും വീഡിയോകൾ നന്നാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കാം. അതുവരെ ഗുഡ് ബൈ.